ഹായ് കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്ന് എന്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു സിറപ്പ് ഉണ്ടാക്കുന്ന രീതിയെ കുറിച്ചാണ്. സിറപ്പ് വേറെ ഒന്നുമല്ല, ഈ റോസാപ്പൂ തന്നെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു പാനീയമാണ് ഇന്ന് ഞാൻ റെഡിയാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റോസാപ്പൂ പറിക്കാം. ഉണ്ട്, നിറച്ച റോസാപ്പൂ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാതിരിക്കും, ഫുള്ള് റോസാപ്പൂവാണ്. ഇതെല്ലാം മഴയായതുകൊണ്ട് ഫുള്ള് പൊഴിഞ്ഞു പോകും. അപ്പം നമുക്കത് പൊഴിഞ്ഞ് നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സിറപ്പാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ ചൂടുകാലത്തൊക്കെ നമുക്ക് കുടിവെള്ളമായിട്ട് എല്ലാവരെയും വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സിറപ്പ് ഒഴിച്ചുള്ള വെള്ളം കൊടുക്കാൻ പറ്റും. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇതിൻ്റെത്. അപ്പം റെസിപ്പി വയ്ക്കാം. അധികം ചീഞ്ഞ റോസപ്പൂ ഒന്നും പാടില്ല, ഒരുവിധം നല്ല ഇതളായിട്ടുള്ള റോസപ്പൂ തന്നെ ആയിരിക്കണം. വിരിഞ്ഞ് വരുന്ന മൊട്ടൊന്നും പറിക്കണമെന്നില്ല. നമുക്ക് ഒരുവിധം ഏകദേശം ഇങ്ങനെ തൊടുമ്പഴേ കൊഴിയാറായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പൂക്കളാണ് പറിക്കുന്നത്. തൊടുമ്പഴേ കൊഴിയും അതല്ല. ഇതുപോലത്തെ ചീഞ്ഞിട്ടുള്ള ഇതെല്ലാം നമുക്ക് കളയാം. ഇതൊക്കെ ഒരുപാട് പോയി ഉണ്ടാവും, ഒരുപാട് കേട് വന്നു പോയി, അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് എടുക്കണ്ട. അപ്പൊ ഇത്രയും റോസപ്പൂവാണ് നമ്മൾ പറിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്കിത് മൊത്തം ഇതളുകളാക്കി എടുക്കണം. ചെറിയ പുഴുക്കൾ കാണാൻ സാധ്യതയുണ്ട്, അതെല്ലാം നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ കീടനാശിനികൾ അടിച്ചിട്ടുള്ള പൂക്കളാണെങ്കിൽ ഒരു കാരണവശാലും എടുക്കരുത്. ഇങ്ങനെ നമ്മൾ നാടൻ, എൻ്റെ എല്ലാം മുറ്റത്തെ നാടൻ പൂക്കളാണ്, ആ പൂക്കൾ മാത്രമേ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. കീടനാശിനി അടിച്ച പൂക്കളൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ ശ്രദ്ധിക്കണം. ഇനി ഇതളുകളാക്കി എടുത്ത പൂക്കൾ നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിന് വെച്ചാൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ ഞാനതെല്ലാം നന്നായി ഒന്ന് കഴുകി വാരിയെടുത്തു. ആ വെള്ളം നന്നായി പോകണം, നന്നായി ഒരുപാട് പിഴിയാനും പാടില്ല, എന്നാൽ ഒന്ന് കുടഞ്ഞ് അതിൻ്റെ വെള്ളം കളയണം. അതിനുശേഷം അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് ഈ റോസായുടെ ഇതളുകളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒരു 5-10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വരുമ്പോൾ ആ പൂവിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ ആ കളറും അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും എല്ലാം വെള്ളത്തിലേക്ക് ലയിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 5-10 മിനിറ്റ് വെക്കാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ റോസാപ്പൂവിൻ്റെ ഇതളിൻ്റെ പിണ്ടി എല്ലാം കൂടി ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കണം. അന്നേരം കുറച്ച് സത്തും കൂടെ കിട്ടും അതിൻ്റെ. അതുകൊണ്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നല്ല പിങ്ക് കളറിലുള്ള വെള്ളം കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല കൊതിയാണ്. നമ്മൾ ഒരു കളറും ചേർക്കാതെ റോസാപ്പൂവിൻ്റെ മാത്രം കളറാട്ടോ അത്. ചിലർ ലൈറ്റ് കളർ ചെയ്തിട്ട് അതിൽ കളർ ചേർക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾക്ക് നല്ല കളറുള്ള പൂക്കളായതുകൊണ്ട് വേറെ കളറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു 1.5 ഗ്ലാസ് തന്നെ ഉണ്ട്. 5-10 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെങ്കിൽ പോലും ഒട്ടും പറ്റിയിട്ടില്ല. കാരണം അതിൻ്റെ ആ പൂവിൻ്റെ നീരും കൂടെ ഇറങ്ങിയപ്പം 1.5 ഗ്ലാസ് തന്നെ വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അത് ആ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റാൻ പാടില്ല. ഒരു കുഴമ്പ് രൂപത്തിലാണ് ഇതിൻ്റെ ശരിക്കും ഒരു അളവ് വരേണ്ടത്. നമ്മുടെ പഞ്ചസാര അതിലേക്ക് ഒരല്പം ചെറുനാരങ്ങ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് മോശമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് ഒരു നൂൽപ്പരുവം, നമ്മളെ കൈ പിടിക്കുമ്പോൾ ഒരു നൂൽപ്പരുവം രീതിയിലാണ് ശരിക്കും വരിക. അതുപോലെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ലായനി ഏകദേശം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പരുവം ആവുമ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. ഞാനിത് തണുക്കാൻ വെച്ചു. തണുത്തതിന് ശേഷം ഞാനിതൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് എങ്ങനെയാ ആക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ചെറിയ നാരങ്ങ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. നാരങ്ങ നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എനിക്ക് നാരങ്ങ നീരിൽ ഒഴിച്ച് കുടിക്കാനാണ് ഇഷ്ടം. അതിലേക്ക് ഞാൻ ഈ നമ്മൾ ആക്കി വെച്ച സിറപ്പിന്റെ 3 സ്പൂൺ കണക്കിന് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ഇളക്കിയിട്ടാണ് ഇത് കുടിക്കുന്നത്.
അപ്പോൾ അതിന്റെ കളറും കൂടെ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല രസമുണ്ട് കാണാൻ തന്നെ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ആ റോസാപ്പൂവിന്റെ മണവും അതുപോലെ തന്നെ ആ റോസാപ്പൂവിന്റെ ഒരു രുചിയെല്ലാം നമുക്ക് ഈ വെള്ളത്തിൽ കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ചെറിയൊരു പുളിയും. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ബൈ.